രാജേഷ് പാട്ട് പാടും, ഡാൻസ് ചെയ്യും, മിമിക്രി പറയും, അവതാരകനാണ്. അപ്പോൾ എവിടെ തുടങ്ങണമെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ. ഞാനൊരു പാട്ടുകാരനായതുകൊണ്ട് എൻ്റെ തട്ടകത്തിൽ നിന്ന് തുടങ്ങാം. പാട്ട് എത്ര വയസ്സിലാണ് തുടങ്ങിയത്? പാട്ട് കുഞ്ഞിൽ തൊട്ട് പാടും. കാരണം 10 വയസ്സ് തൊട്ട് ചെറുതായിട്ടൊക്കെ പാട്ട് പാടും. 10-15 വയസ്സായി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രോഗ്രാം നമ്മുടെ നാട്ടിൽ നിങ്ങളുടെ അമ്പലത്തിലെ ഉത്സവത്തിന് ഒരു പരിപാടി. അപ്പൊ അവിടെ ഒരു കുറച്ച് ചേട്ടന്മാർ കോർഡിനേറ്റ് ചെയ്യാൻ ഒരു പാട്ടുകാരൻ 2-3 പേരുണ്ട്. അപ്പൊ അവര് ലോക്കൽ ട്രൂപ്പായിരുന്നു, ചെറിയ ട്രൂപ്പ് ലോക്കൽ. അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ട്രൂപ്പ് ഉണ്ടടാ, അവിടെ പോയിട്ട് നീ ഒന്ന് ചോദിച്ചു നോക്കി, നിനക്ക് പാടാൻ, നീ പാടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ പാടാൻ ചെന്നു. സൈക്കിളൊക്കെ ചവിട്ടിയാൽ പോകണം. അന്ന് നമുക്ക് സൈക്കിൾ, ഒരു BSS സൈക്കിൾ ഉണ്ട്. ആ സൈക്കിളിൽ ഇങ്ങനെ ചവിട്ടി കുറച്ച് ദൂരം പോകണം, 2-3 കിലോമീറ്റർ പോകണം. അവിടെ ചെന്നപ്പോൾ എന്നോട് പാട്ടൊക്കെ പാടി പ്രാക്ടീസൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല എന്ന് ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു അത് ശരിയായില്ല, അതുകൊണ്ട് നമുക്ക് അടുത്ത പരിപാടിക്ക് നോക്കാമെന്ന് പറഞ്ഞു എന്നോട്. അപ്പം ഞാനിങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ പാടാനെന്നൊക്കെ ഉള്ള ആഗ്രഹത്തിൽ കൊതിയോട് കൂടിയിട്ട് ഞാൻ അങ്ങ് ചെന്നു. അപ്പോൾ അത് നമ്മൾക്ക് മനസ്സിൽ കിട്ടുമല്ലോ, ദൈവമേ അത് പാടാൻ പറ്റൂല, ആദ്യമായിട്ട് സ്റ്റേജിൽ മൈക്കിലൊക്കെ എടുത്ത് പാടാലോ എന്നുള്ളത്. പുള്ളി എന്നെ വിഷമിപ്പിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ സൈക്കിൾ ചവിട്ടി കരഞ്ഞുകൊണ്ട്, അതാരെ പുള്ളി നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള പേര് പറയുള്ള. അപ്പം ഞാൻ അവിടെ നിന്ന് സൈക്കിൾ ചവിട്ടി കരഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞപ്പം വീട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ കൊച്ചൻ മറ്റേ പുള്ളിനെ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ പണിയെ കാണിച്ചേ, അപ്പോൾ അതിനൊരു അവസരം കൊടുക്കണം, എല്ലാവരും തികഞ്ഞ ആർട്ടിസ്റ്റുകളല്ലല്ലോ, ഒരവസരം അവന് കൊടുക്ക്, എന്നാൽ അവൻ രക്ഷപ്പെട്ടെന്ന് വെച്ചു. എന്നിട്ട് ആ ചേട്ടൻ, ആ പുള്ളിയുടെ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു രാജേഷേ, പാര് എന്തൊക്കെയാണ് അത് പറഞ്ഞാലും നീ ഒരു പാട്ട് പാടിക്കോ എന്ന് പറഞ്ഞു. ആ പാട്ട് അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഹിറ്റായിരുന്നു, ലജ്ജാവതി എന്നുള്ള പറഞ്ഞു. ജാസി ചേട്ടൻ പാടി. പിന്നെ ഒരു ഭാഗം കൂടെ ഞാൻ ജാസിച്ചാൻ്റെ കൂടെ ഒരു 3-4 ഷോ ഒക്കെ ദുബായിലും കുവൈറ്റിലൊക്കെ ഒത്തിരി ഷോ, അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തെ നിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ വോയിസിൽ പാടാൻ പറ്റിയിട്ടുണ്ട്. അതാണ് ഈ രാശി എന്ന് പറയുന്നത്. അതെ അതെ. അപ്പോൾ എന്തായാലും ആ പാട്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ, താഴമ്പൂവോ താമരത്താലോ തേനോ തേന്നിലാവോ, മാമഴമുത്ത മല്ലിക്കൊളുന്തോ മീനോ മാരുവില്ലോ, തൊട്ടുരുമി നിന്നാട്ടെ തൊട്ടാവാടി പെൺമാനെ, മനസ്സെ കൊട്ടാര കെട്ടിനകത്തുള്ള റോജാ രാജറാണി. ഈ ഒറ്റ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ അന്ന് തന്നെ സമയത്ത് ജാസ്റ്റിൻ്റെ 2-3 പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വേറെ ആ പടത്തിലെ പാട്ടൊക്കെ പാടാനായിട്ട് റിക്വസ്റ്റ് വന്നു. ഞാൻ തന്നെയായി അതിനകത്ത് പാട്ട്, എന്നെ ഒഴിവാക്കിയ ഞാൻ തന്നെ അതിനകത്ത് പാട്ടായി. എനിക്കാണെങ്കിൽ അന്ന് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് ഒരു 10-20 ബലൂണും കിട്ടി. അന്ന് ആദ്യം കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ കുറെ പേരുടെ വോയിസ് അനുകരിക്കാൻ. അതിലേത് ഇപ്പൊ ജാസിയുടെ കേട്ടു, വിനീത് കണ്ട് വോയിസ്. വിനീത് താരകമലരുകൾ വിരിയും പാടം ദൂരെ അങ്ങ് ദൂരെ, പാടാമലരുകൾ വിരിയും പാടം നെഞ്ചിൽ ഇടനെഞ്ചിൽ, കതിരുകൾ കൊയ്യാൻ പോകാം ഞാനൊരു കൂട്ടായി കൂടാം, ആകാശത്തമ്പിളി പോലൊരു കൊയ്ത്തരിവാളുണ്ടേ, തരിവളകൾ മിന്നും കൈയിൽ പൊന്നരിവാളുണ്ടേ, താരകമലരുകൾ വിരിയും പാടം ദൂരെ അങ്ങ് ദൂരെ. ഈ തുണ്ടുപടം വെച്ചെന്താണ്? എന്നെ ചിറ്റിക്കില്ല. അല്ല ഞാൻ ചോദിച്ചത്, എനിക്ക് ചോദിച്ചു. എൻ്റെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, ഈ പടത്തിലെ സെയിം ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ? അല്ല ഞാനിതുപോലെ CD ഇട്ടിപ്പോൾ ഇട്ട് കണ്ടു, കറണ്ട് പോയി. എന്നിട്ട് പിന്നെ കറണ്ട് പോയിട്ട് പിന്നെ അച്ഛൻ പ്ലേ ചെയ്തപ്പോൾ കണ്ടു. അല്ല ഞാൻ രക്ഷപ്പെടുന്ന വീണ്ടും അടുത്തൊക്കെ ആൾക്കാർ CD ഒക്കെ കാണാനൊക്കെ മേടിച്ചോണ്ട് പറഞ്ഞു. അപ്പൊ അവരുടെ പേരിലൊക്കെ അങ്ങ് വെച്ചു, ആരാന്നറിയാൻ പാടില്ല, ഒത്തിരി പേരൊക്കെ ഒന്ന് മേടിച്ചോണ്ട്. അപ്പൊ അച്ഛനൊന്നും പറഞ്ഞില്ലേ? ഒരു എന്നാ പറയണേ, 2 ദിവസമൊക്കെ മിണ്ടൊന്നുമില്ലായിരുന്നു. ഞാനാന്നറിയാമോ, ഞാനും വീട്ടിലേക്ക് അച്ഛൻ ഉറങ്ങിക്കുമ്പോൾ കയറി ചെല്ലണേ. ആക്ച്വലി രാജേഷിന് വിദേശത്ത് പോകാനുള്ള ആഗ്രഹം മൂത്തിട്ടാണോ ഈ മിമിക്രി ട്രൂപ്പിൽ? അതുകൊണ്ടല്ല, സിനിമയിൽ അഭിനയിക്കാനുള്ള കൊതിയും കൊണ്ടാണ്. കാരണം ഞാൻ അത്രയും ബേസിക്കലി സംഗീതമൊന്നും പഠിച്ചിട്ടില്ല. പാട്ട് പാടുന്നുള്ളൂ, തമിഴ് ഹിന്ദി മലയാളം എല്ലാ പാട്ടും പാടും. ബേസിക്കലി ഞാൻ പഠിച്ചിട്ടില്ല. അതിനുള്ള സാഹചര്യമൊന്നും നമ്മുടെ ജീവിതത്തിൽ സെറ്റപ്പിൽ ഇല്ലായിരുന്നു. പാടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അങ്ങനെ പാട്ട് പാടിക്കൊണ്ട് കിടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇതിൽ ശോഭിക്കാൻ, കാരണം അന്ന് ആ സമയത്താണ് സ്റ്റാർ സിംഗറൊക്കെ വന്നത്. അപ്പോൾ അന്നാണ് നമ്മളെക്കാളും വലിയ പാട്ടുകാരുണ്ടെന്നൊക്കെ നമ്മൾ അറിയുന്നത്. നമ്മളൊന്നൊരു ഒരു പൊട്ടക്കൻ്റെ എല്ലാവരും പറയും അയ്യോ ഇത്രയും പാട്ടുകാർ എവിടെ കിടന്നു. അതെ അതെ. അപ്പോൾ അവരുടെയൊക്കെ പാട്ട് കണ്ടപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക് ഒരു ദൈവമേ എനിക്കൊന്നും ജീവിതത്തിൽ ഒരു ചാനലിലോ അല്ലെങ്കിൽ ഇതുപോലെ കയറി നിന്നിട്ട് പാടാനോ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് അവരുടെ വോയിസ് അനുകരിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ശ്രദ്ധേയമാകാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഗായകരെ വോയിസ് എടുത്ത് ആദ്യമായിട്ട് പാടാൻ ശ്രമിച്ചു.
അങ്ങനെ കുറച്ച് പാട്ടുകാരെ പാടി അങ്ങനെ കുറച്ച് സിനിമയിൽ അഭിനയിച്ചോ? 2 പടം ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പടം, അവഞ്ചേഴ്സ്. പിന്നെ കടന്നൽ എന്ന് പറഞ്ഞിട്ട് ജാഫർക്ക നായകനാവണ ഒരു പടം. അപ്പം പിന്നെ വിമാനത്തിൻ്റെ കഥ പറയാം. ഏതൊരു കലാകാരൻ്റെ ആഗ്രഹമായിരിക്കും ഏറ്റവും കൂടുതൽ വിമാനത്തിലൊന്ന് പോകുക എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. കാരണം ഒത്തിരി ചെറിയ ഏരിയ ആണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് ആർട്ടിസ്റ്റുകൾ മാത്രമാണ് പുറത്തേക്കൊക്കെ പോയിട്ടുള്ളൂ. അതായത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ട് 2-3 ആർട്ടിസ്റ്റുകളുള്ളൂ. അപ്പോൾ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ മിമിക്രി ഇതായിട്ട് കൊണ്ടുവന്നു. ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പ്രോഗ്രാമുകൾ, ചെറിയൊരു പ്രോഗ്രാം വന്നു. അപ്പോൾ ഈ വോയിസൊക്കെ അനുകരിക്കണമുണ്ട് പെട്ടെന്ന് നമുക്ക് ചാൻസുകൾ കൂടി കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ വേറൊരു ട്രൂപ്പിൽ പോയി കയറി. ആ ട്രൂപ്പിൽ എപ്പോഴും ട്രിപ്പൊക്കെ ഉണ്ട്. എപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ എങ്ങനെ 2-3 ട്രിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് ഞാൻ അങ്ങനെ പോയി ആ ട്രൂപ്പിൽ കയറി. ഞാൻ ചെന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ ട്രിപ്പിന് പോയി. അത് കഴിഞ്ഞ് പിന്നെ ട്രിപ്പിന്. അപ്പോൾ ഞാനിങ്ങനെ ആയപ്പോൾ എല്ലാവരും ഒരു പരിപാടിയോടും വന്നു അവിടെ. പാസ്പോർട്ട് അപ്പോൾ എല്ലാവരും തരാൻ പറഞ്ഞു. എൻ്റെ പാസ്പോർട്ടും കൊടുത്തു. അന്നേരമാണ് ഞാൻ പാസ്പോർട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുമല്ലോ, ആദ്യത്തെ പാട്ട് പാടാൻ വിളിച്ച പോലെ തന്നെ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുക, പോകാലോ ഈശ്വര എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് എൻ്റെ പാസ്പോർട്ട് വിസയ്ക്ക് വേണ്ടി കൊടുത്തില്ല, ബാക്കി എല്ലാവരെയും കൊടുത്തു. പാസ്പോർട്ടിൻ്റെ കോപ്പി കൊടുത്തു, എൻ്റെ കൊടുത്തില്ല എന്ന് അതിനകത്തുള്ള ഒരാൾ എന്നോട് പറഞ്ഞു. അപ്പോൾ അവർ ആ ട്രിപ്പിനങ്ങ് പോയി. അപ്പം ഞാനിങ്ങനെ വിഷമിച്ചു ഇരുന്ന സമയത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ജോമോ എന്ന് പറഞ്ഞ ഡാൻസർ, പുള്ളി മരിച്ചുപോയി. ജോമോ ചേട്ടൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, രാഷ്ട്രീയ ഇങ്ങനെ ഒരു ട്രിപ്പ് ഉണ്ട്, ദുബായിലാണ്, നീ വരണ്ടോന്ന് ചോദിച്ചു. ഞാനങ്ങനെ ആദ്യമായിട്ട് ട്രിപ്പിന് പോവുകയാണ്. ആ ഒറ്റ ട്രിപ്പിൽ എന്നോട് പറഞ്ഞു, എൻ്റെ കൈ നല്ലതാണ്, ഞാൻ പാസ്പോർട്ടിൽ ഫസ്റ്റ് ചെയ്ത ആളും ഇതുവരെ വെറുതെ ആയിട്ടില്ല. ഒത്തിരി ഷോസൊക്കെ ഡാൻസറാണ്, ഒത്തിരി ഷോസൊക്കെ പുറത്ത് ചെയ്യണതാണ്, ഒരിക്കലും ഇതാവൂല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ ഫസ്റ്റ് പാസ്പോർട്ടിൽ ദുബായ് വിസയുടെ സീലടിക്കണു. അവിടെ നിന്ന് തൊട്ട് ഞാൻ പിന്നെ ദുബായ് ഗൾഫ് രാജ്യങ്ങൾ ഫുള്ള് പോയി. സൗദി, ഖത്തർ, എല്ലാ രാജ്യങ്ങളിലും പോയി. ഞാൻ സ്വപ്നത്തിൽ കാണാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ വരെ എനിക്ക് പോകാൻ പറ്റി. അതും വലിയ വലിയ ആളുകൾ കൂടെ, ഉണ്ണിമൂതൻ, ചേച്ചി, ദേവാനന്ദന്റെ കൂടെയാണ് ആഫ്രിക്കയിൽ പോയത് ഞാൻ, പ്ലേബാക്ക് സിംഗർ.